ആദ്യം തന്നെ നമ്മൾ ഷിരൂരിലേക്കാണ് ഇതിന്റെ ഭാഗമായി പോകുന്നത്. ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്നലെ പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം കാര്യമായി നടന്നിരുന്നില്ല. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന കാര്യക്ഷമമായി നടത്തണമെന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം. വിശദാംശങ്ങളുമായി ഷിരൂരിൽ നിന്നും സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഗുഡ് മോർണിംഗ്. ഇന്നും പരിശോധന ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നും മനസ്സിലാകുന്നു. ഇന്നലത്തേതിലും വ്യത്യസ്തമായി ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് നീക്കാനാണ് ഉദ്ദേശിക്കുന്നത് അധികൃതർ? ഗുഡ് മോർണിംഗ്. ഷിരൂരിൽ തിരച്ചിൽ രണ്ടാം ദിവസവും തുടരും. കഴിഞ്ഞ ദിവസമാണ് മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടന്നത്. എന്നാൽ കാര്യക്ഷമമായ രീതിയിൽ തിരച്ചിൽ ഇന്നലെ നടന്നു എന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടായത് ഈശ്വർ മാൽപ്പെ നടത്തിയ പരിശോധനയിൽ നിന്നാണ്. മണ്ണ് നീക്കം കാര്യമായി ഇവിടെ നടന്നിരുന്നില്ല. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തവണ മാത്രമാണ് മണ്ണ് കൃത്യമായും മാറ്റി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത്. എന്നാൽ ഈശ്വർ മാൽപ്പെ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 2 വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അർജുന്റെ ട്രക്കിലുണ്ടായിരുന്ന ഒരു മരത്തടി കൂടി കണ്ടെത്തിയിരുന്നു. ഇതായിരുന്നു ഇന്നലത്തെ പ്രധാന മുന്നേറ്റം. തെരച്ചിലുണ്ടായിരുന്ന ഒരു പ്രധാന കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇന്നും തെരച്ചിൽ തുടരും. കഴിഞ്ഞ ദിവസം നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന നടത്തണമെന്ന ഒരു ആവശ്യം അർജുന്റെ കുടുംബം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇന്നലെ പരിശോധന നടത്തിയിരുന്നില്ല. അതിന്റെ തൊട്ട് താഴെയാണ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നത്. ഈശ്വർ മാൽപ്പെ ആദ്യഘട്ടത്തിൽ ഈ ഭാഗത്ത് മുങ്ങി പരിശോധന നടത്തിയിരുന്നെങ്കിലും പിന്നീട് അതിന്റെ താഴെ ഭാഗത്തേക്ക് പോകുമ്പോൾ 2 വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് ആ മേഖലയിലേക്ക് പരിശോധന മാറ്റുകയായിരുന്നു. ഏതായാലും കുടുംബം ഉന്നയിച്ച ആവശ്യം ഡ്രഡ്ജിംഗ് തന്നെ നടത്തണം. ഡ്രഡ്ജിംഗ് നടത്തുന്നത് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നടത്തണം എന്നുള്ളതാണ്. ഇന്ന് രണ്ടാം ദിവസമാണ്. 3 ദിവസമാണ് ഡ്രഡ്ജിംഗ് കമ്പനിയുമായി ഇതുമായി ബന്ധപ്പെട്ട കരാറുള്ളത്. രണ്ടാം ദിവസം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് എന്തെങ്കിലും കാര്യമായ രീതിയിലുള്ള ഒരു വിവരം ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഇന്നലെ കണ്ടെത്തിയ വാഹനത്തിന്റെ ഭാഗം ഒന്ന് ഒരു ട്രക്കിന്റെ ടയറിന്റെ ഭാഗമായിരുന്നു, മറ്റൊന്ന് ഒരു ട്രക്കിന്റെ ക്യാബിൻ ഭാഗമായിരുന്നു. അത് ഈ അർജുന്റെ വാഹനത്തിനൊപ്പം തന്നെ ഇവിടെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടേതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ടാങ്കർ ലോറിയുടെ ക്യാബിൻ ആ അപകട ശേഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നടത്തിയ തെരച്ചിൽ ത്തിയിരുന്നു. പുഴയുടെ മറുകരയിലാണ് ടാങ്കറിന്റെ ആ ടാങ്കറിന്റെ ഭാഗമാണ് ഈ ടയർ എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ക്യാബിൻ ഭാഗം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇതിന്റെ തൊട്ട് താഴെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇന്ന് വളരെ ഒരു ഇടപെടലിലാണ് ഇന്നലെ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞത്. ഈശ്വർ മാൽപ്പെ ഏറ്റവും അവസാനം ഇന്നലെ ദൗത്യം അവസാനിപ്പിച്ച് പോകുമ്പോൾ പറഞ്ഞത് ഈ ദൗത്യത്തിൽ മുഴുവൻ സമയവും ഒപ്പമുണ്ടാകും. കാരണം 3 കുടുംബത്തെയും നേരിട്ട് കണ്ട് സന്ദർശിച്ച്, ഒന്ന് അർജുന്റെ കുടുംബം, അതോടൊപ്പം തന്നെ ജഗന്നാഥന്റെ കുടുംബം, ലോകേഷിന്റെ കുടുംബം, ഇവരെ കണ്ട് നേരിട്ട് സന്ദർശിച്ചപ്പോൾ ഇവരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട തെരച്ചിലിൽ പൂർണ്ണസമയം താനുണ്ടാകും, ഏറ്റവും അവസാന നിമിഷം വരെ താനുണ്ടാകുമെന്ന് വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി ഈ തെരച്ചിലിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈശ്വർ മാൽപ്പെ ഇന്നും തെരച്ചിലിനായി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മുങ്ങി പരിശോധന നടത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ട്രക്കാണ്, ആ ട്രക്കിന്റെ വിവരങ്ങളാണ് ഇനി ലഭ്യമാകേണ്ടത്. നാവികസേന സോണാർ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. ഈ തീരത്തിനും പുഴയുടെ നടുവിൽ മണ്ണടിഞ്ഞു കൂടി കിടക്കുന്ന സ്ഥലത്തിനുമിടയിലായി ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് നാവികസേന മെറ്റലിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. വലിയ സിഗ്നൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് പരിശോധന നടത്തണമെന്ന ഒരാവശ്യമാണ് പ്രധാനമായും കുടുംബം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം കൃത്യമായി പരിശോധന നടന്നിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മണ്ണ് നീക്കം കാര്യമായി നടന്നിരുന്നില്ല എന്ന് തന്നെ പറയാം. ഇന്ന് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആ മേഖലയിലേക്ക് വ്യാപിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയിലാണുള്ളത്. 2 ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത്. രാവിലെ 8 മണിക്കാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത്. വൈകുന്നേരം 6 മണി വരെയാണ് തെരച്ചിലുള്ളത്. സിജു, ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അർജുന്റെ കുടുംബ
ലോകത്തോടൊപ്പം തന്നെ നമുക്കൊക്കെയും പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട, ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ദിവസങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷ നമ്മളൊക്കെയും വെക്കുന്നുമുണ്ട്. ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങളും ലോഹഭാഗങ്ങളും കയറിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഈ ക്യാമറ ഉൾപ്പെടെ ഇറക്കി വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ കാര്യങ്ങൾ പകർത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ദൗത്യത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടോ? അർജുന്റെ വാഹനത്തിൻ്റെതായി ഇവിടെ നിന്ന് ലഭിച്ചത് ചെറിയ ഭാഗങ്ങൾ മാത്രമാണ്. ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ അർജുന്റെ വാഹനത്തിൽ മരത്തടി കെട്ടാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഒരു കയറിന്റെ ഭാഗം ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അർജുന്റെ ലോറിയിലുണ്ടായിരുന്ന ഒരു ഹൈഡ്രോളിക് ജാക്കി ലഭിച്ചിരുന്നു. ഇതാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ നാവികസേന അടയാളപ്പെടുത്തിയതിന്റെ തൊട്ടു താഴെ ഭാഗത്ത് നിന്നായി മരത്തടിയും ലഭിച്ചു. ഈശ്വർ മാൽപ്പെ മുങ്ങിയതിന് ശേഷം പിന്നീട് തിരിച്ചു വരുമ്പോൾ മരത്തടിയും എടുത്ത് തിരിച്ചു വരുമ്പോൾ പറഞ്ഞത് ഇതിന് സമാനമായ രീതിയിലുള്ള മരത്തടി അവിടെ നിരവധി ഈ ചെളിയിൽ പൂണ്ട് കിടപ്പുണ്ട് എന്നാണ്. അപ്പോൾ കരയിലുണ്ടായിരുന്ന മനാഫ് ഈ മരത്തടി തൻ്റെ ട്രക്കിലുണ്ടായിരുന്നത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും വാഹനം ഇവിടെ ഉണ്ടാകുമെന്ന കുടുംബത്തിൻ്റെ പ്രതീക്ഷ, ട്രക്ക് ഉടമ മനാഫിൻ്റെ പ്രതീക്ഷ അത് യാഥാർത്ഥ്യമാകുന്നു എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം നാവികസേന അടയാളപ്പെടുത്തിയതിൻ്റെ തൊട്ടു താഴെ 20 മീറ്ററോളം താഴെ ഭാഗത്തായാണ് ഈ പുഴയിൽ നിന്ന് നേരെ തൊട്ട് താഴെ ഭാഗത്ത് ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്ന ആ ഭാഗത്തേക്കാണ് ഈ മരത്തടി ഉണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ട് എതിർവശത്താണ്, റോഡിന് എതിർവശത്തായാണ് അർജുൻ്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്, നിർത്തിയിട്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഭാഗത്ത് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോൾ എന്തെങ്കിലും കാര്യമായ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് നിൽക്കാം. ഈ കഴിഞ്ഞ ദിവസം 2 വാഹനത്തിൻ്റെ ഭാഗം കണ്ടെത്തിയതിന് പിന്നാലെ ഈ പുഴയിലേക്ക് ഇറങ്ങി അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ ടയറിന്റെ ഭാഗം കണ്ടതിന്റെ ദൃശ്യങ്ങൾ ഈശ്വർ മാൽപ്പെ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ അധികൃതരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് പിന്നീട് ഇത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുത്തത്. അതിനുശേഷം യോഗം ചേരുമ്പോൾ ഈശ്വർ മാൽപ്പെ ഇവർക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. 2 ടയറിന്റെ ഭാഗങ്ങൾ ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. തൊട്ട് താഴെയുള്ള വാഹനത്തിന്റെ ഭാഗങ്ങളും പിന്നീട് കാണിച്ചു കൊടുത്ത ശേഷമാണ് ഈ 2 വാഹനത്തിന്റെ ഭാഗങ്ങളും ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. അത് പിന്നീട് ഉയർത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഗുണം ചെയ്യും. കാരണം നിലവിൽ ഗംഗാവാലി പുഴയിൽ ജലനിരപ്പ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്, അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ തെളിഞ്ഞ വെള്ളവുമാണ്. കൃത്യമായി പരിശോധന നടത്താൻ കഴിയുമെന്ന് ഈശ്വർ മാൽപ്പെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലം കാണുകയും ചെയ്തു. ക്യാമറ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ കൃത്യമായും കണ്ടെത്തുന്ന സാധനങ്ങളെക്കുറിച്ചുള്ളൊരു വ്യക്തത അധികൃതർക്കും ലഭിക്കും. തുടർന്ന് ആ ഭാഗത്തേക്ക് പരിശോധന കേന്ദ്രീകരിക്കാനും കഴിയും. അതുകൊണ്ട് ഇന്നും ഈ പുഴയുടെ അടിത്തട്ടിലുള്ള ദൃശ്യങ്ങൾ പകർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈശ്വർ മാൽപ്പെ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. ഈശ്വർ മാൽപ്പെ പറഞ്ഞത് ഇനി 10 ദിവസമോ 15 ദിവസമോ എത്ര ദിവസം നീണ്ടുപോയാലും ഈ പരിശോധനയുടെ ഭാഗമായി ഉണ്ടാകുമെന്നാണ്. ഏതായാലും ഈ മുങ്ങിപ്പരിശോധനയിലാണ് വലിയ പ്രതീക്ഷ നിലനിൽക്കുന്നത്. മുങ്ങിപ്പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളതാണ്. ഏതായാലും ഡ്രഡ്ജിങ് എന്ന രീതിയിലുള്ള പരിശോധന തന്നെ മുന്നോട്ട് പോകണമെന്നാണ് സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞിരിക്കുന്നത്. ഈ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരി അഞ്ജുവും ഇന്നലെ ഈ പരിശോധനയെല്ലാം തന്നെ നോക്കിക്കണ്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അഞ്ജു ആദ്യമായാണ് ഈ സ്ഥലത്തെത്തുന്നത്. വളരെ വൈകാരികമായാണ് അഞ്ജു സംസാരിച്ചത്. കാരണം ഈ സ്ഥലത്തേക്ക് എത്തണമെന്നത് ഒരാഗ്രഹമായിരുന്നു. ദിവസങ്ങളോളം ചിന്തിച്ച ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഈ സ്ഥലത്തുണ്ടാകുമ്പോൾ അർജുൻ കൂടെ ഉള്ളതുപോലെയാണ് അനുഭവിക്കുന്നത് എന്നാണ് അഞ്ജു പറഞ്ഞത്. അഞ്ജു ഇന്നും സ്ഥലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജിതിൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്ക് പരിശോധന കേന്ദ്രീകരിക്കണം. കാരണം 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്, അധിക ദിവസങ്ങളില്ല. അതുകൊണ്ട് 2 ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ 6 മണി വരെ നടക്കുന്ന പരിശോധന നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് നടത്തണമെന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ ഭാഗത്ത് പരിശോധന നടത്തിയാൽ എന്തെങ്കിലും വിവരം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി സിജു കണ്ണൻ, എന്തായാലും നമുക്കും കാത്തിരിക്കാം. വരും മണിക്കൂറുകളിൽ ആശാവഹമായ എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം.